ഇവിടെ തിരക്കുള്ള രാജ്യം ഏതാണ് ചോദിച്ച ലെറ്റർ ഏതാന്നല്ല. ഓക്കെ അർജന്റീന. അല്ല ഇവിടെ ഹരിബ്രോ എന്തിനാണ് ഹരി മെസ്സേജ് ചെയ്തത്? അർജന്റീന എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരറിയിപ്പ് ബ്ലൂടിക്ക് ഉള്ളവർ എന്നെ കൂട്ടാക്കുന്നു. ഓക്കെ ഓക്കെ. കലണ്ടറിൽ അത് വന്നിട്ടുണ്ട്, ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ ക്വസ്റ്റ്യൻ ആൻസർ വന്നിട്ടുണ്ട്. ഡേറ്റ്സ് തന്നെയാണ് കറക്റ്റ് ഉത്തരം. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മുടെ ചാനലിൽ തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പുതുതായിട്ട് വന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യണേ. ഹരി അവിടെ ഇരുന്ന് ഗോസ്റ്റ് കാണിക്കുന്നുണ്ട്. ഗൈസ് നിങ്ങൾ ആരെങ്കിലും കുറച്ച് മൈൻഡ് കൊടുക്കണം. സുജിന കറക്റ്റ്. ഓക്കെ ഓക്കെ. സുജിനേച്ചി സ്കോർ ചെയ്തോണ്ടിരിക്കുകയാണ്. സുജിനേച്ചി നൈറ്റ് സ്കോർ ചെയ്യാൻ പറ്റുന്നതിന്റെ എല്ലാ വിഷമങ്ങളും ചേച്ചി ഇപ്പൊ തീർത്തോണ്ടിരിക്കുകയാണ്. എന്നും ബ്രോ ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മുടെ ചാനലിൽ ചോദിച്ചിരുന്നു. പിൻ ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ പിൻ ചെയ്തേക്കാം. ആൻസർ വന്നു, സ്കൂളിൽ തന്നെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ഹരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ തലയിരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു അവിടുന്ന് പെൺപിള്ളേർ പോകുന്നുണ്ട്. അവരെ നോക്കിയിരിക്കും. നമ്മളവരെ ശ്രദ്ധിക്കണ്ട. കണ്ട ആറ്റിറ്റ്യൂഡിന് കണ്ടാൽ മനസ്സിലായി കൂടെ അവിടെ കൂടെ ഏത് പെൺപിള്ളേർ തോന്നുന്നുണ്ട്. വായനോട്ടെ എന്റെ ഭർത്താവിനെ കൂടി നശിപ്പിക്കുന്നു. അവനാണ് സൗന്ദര്യം ആസ്വദിക്കാനുള്ള കാര്യം അവർ നോക്കിക്കോട്ടെ, പാവങ്ങൾ. ഒരാളുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഞാൻ ചൂടാവുന്നത്. ബാക്കി എനിക്ക് അങ്ങനെ പ്രശ്നമില്ല. ഒരൊറ്റ ഒരാളുടെ കാര്യത്തിൽ. അത് അന്ന് ഇന്ന് എനിക്ക് ഒരേ കണക്ക് തന്നെയാണ്. ഒരൊറ്റ ഒരാളുടെ കാര്യത്തിൽ. നല്ല വനമാല. ാണിത് കൂടുതലും. ഇതറിയാം. ഇത് പേര് കണ്ട നെയിം തന്നെ വന്നിട്ടില്ലേ? പെട്ടെന്ന് എനിക്ക് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ഇന്നലെ നമ്മുടെ ബ്രോ അല്ല വായി നോക്കുമ്പോ ഹരിബ്രോ ഫോൺ ഫോക്കസ് ചെയ്യും. അല്ലേ ജി, ഹരിബ്രോയ്ക്ക് രണ്ട് കഴിവുണ്ട്. ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുന്ന വേറൊരു കാര്യം കൂടി ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ആ കൊച്ചു ഫോൺ നോക്കുന്നുണ്ടെങ്കിലും വേണമെങ്കിൽ ചിലപ്പോൾ ക്യാമറ ഓൺ ചെയ്തിട്ട് നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. മീശയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കി കൊടുക്കുക ഡി ജെ ബ്രോയ്ക്ക്. എനിക്ക് തോന്നുന്നത് ഡി ജെ ബ്രോയ്ക്ക് ഒട്ടും പറ്റത്തില്ലായിരിക്കും. പെൺപിള്ളേരെല്ലാം മീശ ഇട്ട് വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പിന്നെ രാവിലെ 7 മണിക്ക് തൂക്കിക്കൊല്ലുമെന്ന് കോടതി വിധിച്ചപ്പോൾ കുറ്റവാളി പൊട്ടിച്ചിരിച്ചതിന് കാരണം എന്ത്? ആൻസർ അറിയാവുന്നവരൊന്നും പറയാം. മിൽക്കോ കണ്ണൻ ബ്ലോക്സ് അല്ല. കണ്ണൻ ബ്ലോക്സിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ പറയണേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ അതിന്റെ ആൻസർ അപ്പൊ ഇടാം. കണ്ണൻ ബ്ലോക്സ് കണ്ണൻ ബ്ലോക്സിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് പറയണേ. സിജിന 6 രാമായണത്തിന്റെ ബ്രോ ക്വസ്റ്റ്യൻസ് ചോദിക്കല്ലേ. ഒരു ക്വസ്റ്റ്യൻ പിൻ ചെയ്തിരിക്കുന്ന ആ ക്വസ്റ്റ്യന്റെ ആൻസർ വന്നതിന് ശേഷം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് കറക്റ്റ് ആണ്. ആൻസർ കറക്റ്റ് ആണ്. സിജിനേച്ചി ഇവിടെ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ പിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ആൻസർ ഒന്ന് പറയാൻ നോക്കിയേ. നിശാന്ത് ചാനലിന് വേണ്ടി നീ ചെയ്യുമല്ലേ മോനെ? നിശാന്തണ്ണന് തല പോയി കഴിഞ്ഞാൽ നിശാന്തന് എത്ര രൂപ കൊടുക്കാന്ന് പറഞ്ഞാലും നിശാന്തൻ അത് ചെയ്യത്തില്ല. രാവിലെ 7 മണിക്ക് തൂക്കിക്കൊല്ലുമെന്ന് കോടതി വിധിച്ചപ്പോൾ കുറ്റവാളി പൊട്ടിച്ചിരിച്ചു. കാരണം എന്ത്? എണീക്കുന്നത് കൊണ്ടാവും. പഠിപ്പുര ബ്രോ പറഞ്ഞിരിക്കുന്നത് 11 മണിക്ക് എണീക്കുന്നത് കൊണ്ടാവുമെന്നായിരുന്നു. അയാൾ എണീക്കുന്നത് 10 മണിക്കാണെന്നാണ് ശിവശങ്കർ പറഞ്ഞിരിക്കുന്നത്. കുറ്റവാളിക്ക് ഇക്കിളിയാക്കി എന്നൊരു ഇത് ആരുടെ ഉത്തരവാണ് കറക്റ്റ് എന്ന് പറയണേ. പഠിപ്പുര ബ്രോ പറഞ്ഞിട്ടുണ്ട്, ശിവശങ്കർ ബ്രോ പറഞ്ഞിട്ടുണ്ട്, കണ്ണൻ ബ്ലോഗ്സ് പറഞ്ഞിട്ടുണ്ട്, ശാരദാ മോഹൻ പറഞ്ഞിട്ടുണ്ട്. കണ്ണൻ ബ്ലോഗ്സ് ഏത് ഉത്തരവാണെന്ന് പറയണേ. ലൈവ് കാണുന്നവരെല്ലാം ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. ഉത്തരം അയാൾ രാവിലെ താമസിച്ച് എഴുന്നേൽക്കുന്നുണ്ട്. അപ്പം ശിവശങ്കർ ബ്രോയും അതേ കണക്ക് പഠിപ്പുര ബ്രോയും പറഞ്ഞ ആൻസർ രണ്ടും ശരിയാണ്. നെക്സ്റ്റ്